രാജ്യത്തുടനീളം പ്രചരിക്കുന്ന അല്ലെങ്കിൽ ഇന്റർനെറ്റിലുടനീളം സെൻസേഷണലായ ഒരു രാഷ്ട്രീയ പാർട്ടിയെ അല്ലെങ്കിൽ പൊതു പ്രശ്നങ്ങൾ മുന്നോട്ട് വെക്കുന്ന പുതുതലമുറയുടെ ഒരു പാർട്ടിയുടെ ചിത്രം അത് പ്രേക്ഷകർക്കറിയാം. CJP, കോക്രോച്ച് ജനതാ പാർട്ടി. ആ പാർട്ടിക്കെതിരായ ഹർജി ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നേക്കും. CJP സ്ഥാപകർക്കെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഹർജി സമർപ്പിച്ചത്. അതിനിടെ CJPക്കെതിരായ BJP നേതാക്കളുടെ വിമർശനവും തുടരുകയാണ്. പാകിസ്ഥാൻ ബന്ധം ആരോപിച്ചാണ് BJPയുടെ തുടർച്ചയായ വിമർശനങ്ങൾ. വിനീത വിജി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, അതൊരു വലിയ മുന്നേറ്റമായി അതങ്ങനെ പാറ്റ പടരുകയാണ്. പള്ളത്തോട്ടിങ്ങനെ എന്താ പറയുക, പെറ്റുവരിക എന്നൊക്കെ പറയുന്ന പോലെയാണ് അതിന്റെ ഒരു വ്യാപനം. അത് പല വഴിക്ക് പിടിച്ചു നിർത്താൻ നോക്കുമ്പോഴും നടക്കുന്നില്ല. മാത്രമല്ല ചീഫ് ജസ്റ്റിസിന്റെ ഒരു പരാമർശമാണ് അവിടെ നിന്നാണ് തുടങ്ങിയത്. ഈ ഹർജി ഏത് ബെഞ്ചിലേക്കാണ്? ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലേക്കാണോ എത്തുക? ഒപ്പം ഹർജിയിലെ ഈ ആവശ്യം മുമ്പൊന്നും നമ്മൾ കേട്ടിട്ടില്ല, അങ്ങനെ ഒരു പാർട്ടിക്കെതിരെ ഒരു ഹർജി, പാർട്ടിക്കാകമാനം തന്നെ എതിരെ ഒരു ഹർജി. ഗോകുൽ, ഇത് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലേക്ക് തന്നെയാണോ വരുന്നത് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കൗതുകം. കാരണം അദ്ദേഹത്തിന് തന്നെ ഒരു പരാമർശത്തെ തുടർന്നാണ് ഈ CJP സോഷ്യൽ മീഡിയയിലൂടെ രൂപപ്പെടുകയും പിന്നീട് അത് തരംഗമാവുകയും ഒക്കെ തന്നെ ചെയ്തു. ഏതാണെങ്കിലും ഒരു തരത്തിൽ പാറ്റകൾ ഇങ്ങനെ കൂടുതൽ മുന്നോട്ട് പോകുന്നു. ഒപ്പം തന്നെ ആ പാറ്റകളെ അടിച്ചമർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ മറുവശത്ത് തുടരുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം പാറ്റകളെ ഒരിക്കലും കൊല്ലാൻ കഴിയില്ല, നശിപ്പിക്കാൻ കഴിയില്ലെന്നൊക്കെ CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് CJPക്കെതിരെ ഒരു ഹർജി കൂടി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇന്ന് വന്നേക്കുമെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. CJP സ്ഥാപകർക്കെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഹർജി ഉള്ളത്. രാജ ചൗധരിയാണ് ഈ ഹർജിക്കാരൻ. നീതിന്യായ വ്യവസ്ഥയെ മോശമായി ചിത്രീകരിക്കാൻ ഒരു കൂട്ടർ ശ്രമിക്കുന്നുവെന്നും ഹർജിയിൽ ആരോപണമുണ്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ചില പരാമർശങ്ങളെ തുടർന്നാണ് ഇങ്ങനൊരു മൂവ്മെന്റ് ഉണ്ടാവുന്നത്. ഒപ്പം തന്നെ ഈ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരുമ്പോൾ അതിൽ കോടതി എന്ത് തീരുമാനമാണ് ഇക്കാര്യത്തിൽ കൈക്കൊള്ളുക എന്നുള്ളത് തന്നെയായിരിക്കും നിർണായകമാകുന്നത്. അതിനെതിരെ CJPക്കെതിരെ BJP നേതാക്കളുടെ വിമർശനവും തുടരുകയാണ്. പാകിസ്ഥാൻ ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോപിച്ചാണ് BJP രംഗത്തെത്തിയിരിക്കുന്നത്. തന്റെ ഫോളോവേഴ്സിൽ കൂടുതലും പാകിസ്ഥാൻകാരാണെന്ന തരത്തിലുള്ള ചില ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനെതിരെ CJP തന്നെ രംഗത്തെത്തുകയും വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്ക്രീൻഷോട്ട് അടക്കമാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. ഇന്ത്യക്കാരാണ് തന്റെ ഫോളോവേഴ്സ് എന്നും മറ്റ് ആരോപണങ്ങൾ BJP മുന്നോട്ട് വയ്ക്കുന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോകുൽ, അതാണ് വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് ഏത് തരത്തിലുള്ള പരാമർശം ഉണ്ടായാലും അത് എന്തായാലും CJPയും ഒപ്പം തന്നെ രാജ്യത്തുടനീളം അലയടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം. അത് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ തന്നെ ചെല്ലുകയാണെങ്കിൽ അത് നല്ല രസമായിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.